ഐതിഹ്യപ്രകാരം വിക്രമാദിത്യന്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിലുണ്ടായ 12 മക്കളാണ് പറയിപെറ്റ പന്തിരുകുലം എന്ന് അറിയപ്പെടുന്നത്. വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ ആ 12 കുട്ടികളും അവരവരുടെ വൈദഗ്ധ്യം ജീവിതത്തിൽ തെളിയിച്ചവരാണ്. ഇതിൽ നിന്ന് സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ് എന്ന മഹത്തായ സന്ദേശമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി തൻ്റെ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിലൂടെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കാട്ടുന്നത്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിൽ വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന 9 പേർ ഉണ്ടായിരുന്നു. അവരെ നവരത്നങ്ങളെന്നാണ് വിളിച്ചിരുന്നത്. അമരസിംഹൻ, ധന്വന്തരി, ഘടകപാരൻ, കാളിദാസൻ, ഖാപരൻ, ശങ്കു, വരാഹമിഹിരൻ, വരരുചി, വേതാളഭട്ടൻ എന്നിവരായിരുന്നു അവർ. അതിൽ തുലോം ശ്രേഷ്ഠനായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതന്മാരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന് ചോദ്യം ചോദിച്ചു. പണ്ഡിതശ്രേഷ്ഠനായ വരരുചിക്ക് പോലും അതിനുത്തരം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ വിക്രമാദിത്യ രാജാവ് അദ്ദേഹത്തിന് 41 ദിവസത്തെ സമയം നൽകി. ശ്രേഷ്ഠ ശ്ലോകം അന്വേഷിച്ച് വരരുചി യാത്ര തുടങ്ങി. 40-ാം ദിവസം യാത്രാമധ്യേ ഒരാൽമര ചുവട്ടിലിരുന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. എന്നാൽ അത് വനദേവതമാരുടെ ഇടമായിരുന്നു. ഇതിനിടെ വനദേവതമാർ ഒരു പറയിയുടെ പ്രസവത്തിന് പോയി മടങ്ങിയെത്തിയിരുന്നു. അവർ വന്നിരുന്ന് മറ്റ് വനദേവതമാരോട് സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കാനിടയായി. ആ പറയിക്ക് ലഭിച്ച പെൺകുഞ്ഞിൻ്റെ കാര്യമെന്താവും എന്നാണ് അവർ വേവലാതിപ്പെട്ടത്. തുടർന്ന് അവർ രാമായണത്തിലെ രാമം ദശരഥം സിദ്ധി മാം സിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ തഥാ യഥാസുഖം എന്ന ശ്ലോകത്തെ പറ്റിയാണ് വനദേവതമാർ പറഞ്ഞത്. ഇത് കേട്ട വരരുചി തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന സന്തോഷത്തോടുകൂടെ വിക്രമാദിത്യൻ്റെ സദസ്സിലെത്തി ആ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ ശ്ലോകം സുമിത്ര വനവാസത്തിന് മുമ്പ് ലക്ഷ്മണനെ ഉപദേശിച്ചതാണ്. രാമനെ ദശരഥനായും സീതയെ മാതാവായും അടവിയെ അയോധ്യയായും കണക്കാക്കണമെന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചതാണ്. ഇതിലേറ്റവും ശ്രേഷ്ഠം മാം സിദ്ധി ജനകാത്മജം, എന്നാൽ അമ്മയെ സീതയെ അമ്മയെപ്പോലെ കാണണം എന്ന വരിയാണ്. തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയെങ്കിലും ഒരു പറയിയുടെ ഭർത്താവായി താൻ തീരുമെന്ന വനദേവതയുടെ ഭാവി പ്രവചനം വരരുചിയെ വ്യാകുലനാക്കി. ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് വിക്രമാദിത്യ രാജാവിനോട് കൂട്ടുപിടിച്ച് ആ പെൺകുട്ടിയുടെ നെറ്റിൽ തീപ്പന്തം തറച്ച് വാഴത്തട കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കയറ്റി നദിയിലേക്ക് ഒഴുക്കി. എന്നാൽ 19 വർഷങ്ങൾക്കു ശേഷം തൻ്റെ യാത്രയ്ക്കിടയിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. അവിടെ ആതിഥേയത്വം സ്വീകരിച്ച അദ്ദേഹത്തിനെ പ്രാതൽ കഴിക്കാൻ ആ വീട്ടിലെ ബ്രാഹ്മണൻ ക്ഷണിച്ചു. എന്നാൽ പ്രാതൽ ഭക്ഷിക്കുന്നതിന് മുമ്പ് ആ ബ്രാഹ്മണനെ പരീക്ഷിക്കാനായി വരരുചി തീരുമാനിച്ചു. വരരുചി ഭക്ഷണത്തിന് മുൻപ് 4 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. ആദ്യമായി ഒരു വീരാളിപ്പട്ട് വേണം. ശേഷം ഭക്ഷണത്തിന് 101 കറികൾ ഉണ്ടാവണം. ഭക്ഷണത്തിന് ശേഷം തനിക്ക് 3 പേരെ ഭക്ഷിക്കണം. അത് കഴിഞ്ഞാൽ തന്നെ 4 പേർ ചുമക്കണം. വ്യവസ്ഥകൾ കേട്ട് സ്തബ്ധനായി നിന്ന ബ്രാഹ്മണന്റെ മുന്നിലേക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബുദ്ധിമതിയായ അദ്ദേഹത്തിന്റെ പുത്രി പഞ്ചമി കയറി വന്നു. വീരാളിപ്പെട്ടെന്നാൽ ചീന്തൽ കോണകമാണ് എന്നും 101 കറികൾ എന്നാൽ ഇഞ്ചിക്കറിയാണ് എന്നും ഭക്ഷണത്തിന് ശേഷം 3 പേരെ ഭക്ഷിക്കണമെന്നാൽ ചുണ്ണാമ്പ് കൂട്ടി മുറുക്കണമെന്നതാണെന്നും 4 പേർ താങ്ങണമെന്നാൽ കട്ടിലാണ് എന്നും ബ്രാഹ്മണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇതെല്ലാം കണ്ട് പഞ്ചമിയുടെ ബുദ്ധിയിൽ ആകൃഷ്ടനായി വരരുചി അവരെ വിവാഹം ചെയ്തു. നാളുകൾക്ക് ശേഷം വരരുചി പഞ്ചമിയുടെ നെറ്റിയിൽ മുറിവ് കാണാൻ ഇടയായി. അത് അവളോട് അന്വേഷിക്കുകയും അവൾ ആ ബ്രാഹ്മണന്റെ ദത്തുപുത്രിയാണ് എന്ന് അറിഞ്ഞ് തൻ്റെ വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് വരരുചി തൻ്റെ പത്നിയോടൊപ്പം യാത്ര ആരംഭിക്കുന്നു. യാത്രാമധ്യേ പഞ്ചമി ഗർഭിണിയാകുന്നു. തുടർന്ന് കുഞ്ഞിന് ജന്മം നൽകുകയും ആ സമയം വരരുചി കുഞ്ഞിന് വായയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. പഞ്ചമി ഉണ്ട് എന്ന് മറുപടി പറഞ്ഞപ്പോൾ വായയുള്ള കുട്ടി പിഴച്ചോളും എന്ന് വരരുചിയുടെ അഭിപ്രായം. ആ അഭിപ്രായം കേട്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവർ യാത്ര തുടർന്നു. ഇതേ പ്രവൃത്തി തന്നെ ഏകദേശം 11 കുട്ടികളുടെ കാര്യത്തിലും ആവർത്തിക്കപ്പെട്ടപ്പോൾ ഇനി ഒരു കുഞ്ഞിനെ പോലും ഉപേക്ഷിക്കാൻ പഞ്ചമി തയ്യാറായിരുന്നില്ല. ഇതിൻ പ്രകാരം അടുത്ത കുഞ്ഞിനെ പ്രസവിച്ച സമയം വരരുചി കുഞ്ഞിന് വായുണ്ടോ എന്ന് അന്വേഷിക്കുകയും കുഞ്ഞിന് വായില്ല എന്ന് പഞ്ചമി മറുപടി പറയുകയും ചെയ്തു. എന്നാൽ ഈ പതിവ്രതയായ പഞ്ചമിയുടെ ശക്തിയാൽ ആ കുഞ്ഞിൻ്റെ വായ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ കുഞ്ഞിനെ വരരുചിയുടെ ഉപദേശപ്രകാരം മലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവന് വായില്ലാ കുന്നിലപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ പറയിപ്പറ്റ കന്തിരുകുലത്തിലുൾപ്പെട്ട 11 ആൾക്കാരാണ് അഗ്നിഹോത്രി, രജകൻ, ഉളിയന്നൂർ തച്ചൻ, വള്ളോൻ, വടുതല നായർ, കാരയ്ക്കൽ മാത,
ഉപ്പുകൊറ്റൻ, തിരുവരങ്കം പാണനാർ, നാറാണത്തു ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, പാക്കനാർ, വായില്ലാ കുന്നിലപ്പൻ എന്നിവർ. അതിൽ മേഴത്തോൾ അഗ്നിഹോത്രിയാണ് പറയിപെറ്റ പന്തിരുകുലത്തിലെ ആദ്യത്തെ സന്തതി. പാലക്കാട്ടെ തൃത്താലയിലുള്ള മഞ്ചേരി മനയിലെ ഒരു അന്തർജനം നിലാതീരത്തു നിന്നും എടുത്തു വളർത്തിയ കുട്ടിയാണ് പിന്നീട് 99ാമത് അഗ്നിഹോത്രി യാഗങ്ങൾ ചെയ്ത് അഗ്നിഹോത്രി എന്ന പദവി നേടിയത് എന്ന് കരുതപ്പെടുന്നു. നിളയുടെ കൈവഴിയായ തൂതപ്പുഴയുടെ തീരത്തുള്ള ചെത്തല്ലൂരിലെ നാരായണമംഗലത്ത് മനയിലാണ് നാറാണത്ത് ഭ്രാന്തൻ വളർന്നത് എന്ന് വിശ്വസിക്കുന്നു. ബ്രാഹ്മണരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വൈമനസ്യമുണ്ടായിരുന്നു. അപാര പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് ചില വിചിത്ര സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. ആലുവയിലെ വെള്ളാരപ്പള്ളിയിലെ അകവൂർ മനയിലെ കാര്യസ്ഥൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അകവൂർ ചാത്തൻ. വളരെയേറെ സിദ്ധികളുണ്ടായിരുന്ന അകവൂർ ചാത്തനെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ആലുവ ചന്തക്കടയിൽ നിന്നും പടിഞ്ഞാറോട്ട് നോക്കിയാൽ അടുത്തു കാണുന്ന ദ്വീപായ ഉളിയന്നൂർ ഗ്രാമത്തിലെ ഒരു തച്ചൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് തച്ചുശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിരുന്ന ഉളിയന്നൂർ പെരുന്തച്ചൻ. പെരുന്തച്ചൻ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന പല ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്നുമുണ്ട്. പറയിപെറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ സന്തതിയാണ് വായില്ലാ കുന്നിലപ്പൻ. വായില്ലാത്തവനായി തീർന്ന ആ പുത്രനെ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന ഗ്രാമത്തിലാണ് വരരുചി പ്രതിഷ്ഠിച്ചത്. അവിടെ വായില്യാം കുന്ന് ക്ഷേത്രത്തിലെ ഈ ദേവൻ ശബ്ദത്തിൻ്റെയും സംസാരശേഷിയുടെയും ദേവനായി ആരാധിക്കപ്പെടുന്നു. അങ്ങനെ ഇവർ ഉപേക്ഷിച്ച മറ്റ് 11 കുട്ടികളും സമൂഹത്തിലെ പല തട്ടുകളിലെ വ്യക്തികൾ എടുത്തു വളർത്തുകയും